നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. അനാരോഗ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ രാജിവെക്കുമെന്ന അഭ്യൂഹം തള്ളി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയോത്രോ പരോളിൻ. അതേസമയം റോമിലെ ജെമില്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ടെന്ന് അറിയിച്ച് വത്തിക്കാൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് രാത്രി നൽകിയിരുന്ന നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ നിർത്തലാക്കി. ഉയർന്ന പ്രവാഹമുള്ള ഓക്സിജൻ തെറാപ്പിയുടെ അളവ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇത് ശ്വസന ചലന പ്രക്രിയകളിൽ കൈവരിച്ച പുരോഗതി എടുത്തു കാണിക്കുന്നുവെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. അതേസമയം വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ മാർപ്പാപ്പ കാർമ്മികത്വം വഹിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചു. മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് 34 ദിവസം പിന്നിട്ടു. അനാരോഗ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ രാജിവെക്കുമെന്ന അഭ്യൂഹം തള്ളിയ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയോത്രോ പരോളിൻ മാർപ്പാപ്പയുടെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ചികിത്സയിൽ തുടരുമ്പോഴും മാർപ്പാപ്പ സഭാഭരണത്തിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും വ്യക്തമാക്കി. തനിക്ക് ലഭിച്ച അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ ഫ്രീഡം മെഡൽ ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ ആർച്ച് ബിഷപ്പായിരുന്ന ബൂവാനസ് ആയർസ് രൂപതയുടെ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന് സമ്മാനിച്ചു. ജനുവരിയിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിനു മുമ്പ് പ്രഖ്യാപിച്ച ഉന്നത ബഹുമതി അമേരിക്കയിലെ അപ്പസ്തോലിക് നൂൻഷ്യോ കർദിനാൾ ക്രിസ്റ്റോഫ് പിയറിന് വൈറ്റ് ഹൌസ് കൈമാറിയിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് നൽകുന്ന നിരവധിയായ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് നൽകിയത്. അമേരിക്കയിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാനുള്ള നടപടികളുടെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. പൊതുവിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണ ചുമതല സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടത് സംസ്ഥാനങ്ങളാണെന്ന് ട്രംപ് പറഞ്ഞു. US വിദ്യാഭ്യാസ വകുപ്പിന്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ള സേവനം പൂർണ്ണമായും നിർത്തലാക്കണമെന്നാണ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത്. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായ ഈ നീക്കം നടപ്പിലായാൽ 4200-ലധികം പേർക്ക് ജോലി നഷ്ടപ്പെടും. അമേരിക്കയുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തൽ കേന്ദ്ര ക്യാബിനറ്റ് ഏജൻസിയായ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യമില്ലെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നിർത്തലാക്കാൻ എളുപ്പത്തിൽ സാധിക്കില്ല. US കോൺഗ്രസിന്റെ അനുമതിയും വേണം. മുഖ്യ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ 7 അംഗങ്ങളുടെ പിന്തുണയും നടപടിക്ക് ലഭിക്കണം. നിലവിൽ അമേരിക്കയിൽ പ്രൈമറി സെക്കൻഡറി സ്കൂളുകളുടെ 13% ഫണ്ടിംഗ് നൽകുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ്. ഉത്തരവ് നിലവിൽ വന്നാൽ ഈ സാമ്പത്തിക സഹായം അവസാനിക്കും. 1979-ൽ ജിമ്മി കാർട്ടർ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് രൂപീകൃതമായത്. എന്നാൽ ഇത് സർക്കാരിന് ഒരു പാഴ്ചെലവായെന്നാണ് ട്രംപ് പറയുന്നത്. വിദ്യാഭ്യാസ നയം പൂർണ്ണമായും വികേന്ദ്രീകൃതമായിരിക്കണമെന്നും ഇത് സംസ്ഥാനങ്ങൾ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഡെമോക്രാറ്റുകൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാനുള്ള നടപടിക്കെതിരെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. അടച്ചുപൂട്ടൽ നടപടി യാഥാർത്ഥ്യമായാൽ K-12 സ്കൂളുകൾക്കും കോളേജ് ട്യൂഷൻ സഹായ പരിപാടികൾക്കുമുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ ധനസഹായത്തെ ഇത് തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ട്. ഇറാനെതിരെ ശക്തമായ താക്കീതുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹൂത്തികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദികൾ ഇറാനാണെന്ന ആരോപണവുമായാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഭാവിയിലും ഹൂത്തി വിമതർ ചെങ്കടലിൽ ഏതെങ്കിലും കപ്പൽ ആക്രമിച്ചാലും ഉത്തരവാദിത്തം ഇറാന് തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ട്രംപ് 2ാം വട്ടം പ്രസിഡന്റായതിനു ശേഷം ആദ്യമായിട്ടാണ് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 53 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് തിരിച്ചടിയായി തങ്ങൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേർക്ക് 2 തവണ ആക്രമണം നടത്തിയതായി ഹൂത്തികൾ അവകാശപ്പെട്ടു. ഇത് US നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. ഇറാന് മേൽ ആണവ ചർച്ചകൾക്കായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഇത്തരത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയത്. ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഇനി ആക്രമണം ഉണ്ടായാൽ ശക്തമായി നേരിടുമെന്നും ഇറാൻ ഇക്കാര്യത്തിൽ നിരപരാധിയായ ഇരയാണെന്ന് നടിക്കുകയാണെന്നും ട്രംപ് താക്കീത് നൽകി. ഇതിനു പുറമെ 1 ദശാബ്ദത്തിൽ ഏറെയായി സൗദി അറേബ്യയുമായി സഖ്യവുമായി ഹൂത്തികൾ ഏറ്റുമുട്ടുന്നത് തുടരുകയാണ്.
2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് പിന്നാലെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന പല കപ്പലുകളും ആക്രമിച്ചിരുന്നു. കൂടാതെ ഇസ്രായേലിലേക്ക് നിരന്തരമായി ഡ്രോണുകളും മിസൈലുകളും അവർ അയച്ചിരുന്നു. ഇതിന് ഇസ്രായേൽ കനത്ത തിരിച്ചടിയും നൽകിയിരുന്നു. ഹൂത്തി വിമതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തുന്നതുവരെ യമനിൽ ആക്രമണം തുടരുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അക്രമം നിർത്താനും അല്ലാത്തപക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നാശം ഹൂത്തികൾക്ക് മേൽ വരുത്തുമെന്നും ട്രംപും താക്കീത് കൊടുത്തു. നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇന്നു മുതൽ നിങ്ങളുടെ ആക്രമണം നിർത്തുക, അല്ലാത്തപക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നരകം നിങ്ങളുടെ മേൽ പെയ്തിറങ്ങും എന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ താക്കീത് നൽകി. എന്നാൽ ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ കടത്തിവിടുന്നത് തടഞ്ഞ ഇസ്രായേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂത്തികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ കടത്തിവിട്ടില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഹൂത്തി നേതാക്കൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹൂത്തികൾക്ക് പിന്നിൽ ഇറാനാണെന്നും ഇനി മേഖലയിൽ നടക്കുന്ന ഏത് ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം ഇറാനായിരിക്കുമെന്നും ട്രംപ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു. US ഹൂത്തികളെ ആക്രമിച്ച് ഇറാനെ ലക്ഷ്യമാക്കുമ്പോൾ സിറിയയും ഹിസ്ബുള്ളകളും നേർക്കുനേർ പോരടിക്കുന്നു. ഇപ്പോൾ ഗാസയിൽ ഇസ്രായേലും സൈനിക നടപടി പുനരാരംഭിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യ യുദ്ധമുഖരിതമാകുന്ന അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. ദൈവത്തെ മാറ്റി നിർത്തി ശാസ്ത്രത്തിന് നിലനിൽപ്പില്ലെന്ന് വാചാലനായി ബുച്ച് വിൽമോർ ബഹിരാകാശത്ത് വെച്ച് പറഞ്ഞ വാക്കുകൾ തരംഗമാകുന്നു. ബഹിരാകാശത്ത് താൻ കണ്ടത് കർത്താവിൻ്റെ സൃഷ്ടിവൈഭവമാണെന്നും പരിണാമ സിദ്ധാന്തം തികച്ചും അവിശ്വസനീയമാണെന്നുമുള്ള പരാമർശമാണ് ശ്രദ്ധ നേടുന്നത്. 286 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന്റെ വെളിച്ചത്തിൽ ശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത ദൈവത്തിന്റെ സൃഷ്ടി വൈഭവത്തെ ലോകത്തോട് പ്രഘോഷിക്കുന്ന ബുച്ച് വിൽമോറിന്റെ വാക്കുകൾ വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമാകുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ നാളുകളിൽ ബുച്ച് വിൽമോർ നടത്തിയ പ്രഭാഷണമാണ് മാധ്യമശ്രദ്ധ നേടുന്നത്. ക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമാണ് പാപമോചനം സംലഭ്യമാകുന്നതെന്ന ഉറച്ച ബോധ്യത്തോടെ ബുച്ച് വിൽമോർ പ്രഭാഷണത്തിൽ ഏറ്റുപറയുന്നുണ്ട്. ബഹിരാകാശത്തു നിന്ന് സൃഷ്ടി വിസ്താരത്തെ നോക്കിക്കാണുമ്പോൾ, ബഹിരാകാശത്തിന്റെ അഗാധ പാളികളിലേക്ക് ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ട്രില്യൺ കണക്കിന് ഗാലക്സികളും എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത നക്ഷത്രങ്ങളും എനിക്ക് വീക്ഷിക്കാൻ സാധിച്ചു. അവിടുന്നാണ് അവയെല്ലാം സൃഷ്ടിച്ചത്. മൈക്രോസ്കോപ്പിലൂടെ സെല്ലുകളുടെയും ജീവന്റെയും സൂക്ഷ്മ വിവരങ്ങൾ പഠിക്കുമ്പോൾ ഓരോ അവയവങ്ങൾക്കും ശരീരഘടനയ്ക്കും കണ്ണിന്റെ നിറം പോലുള്ള ഘടകങ്ങൾക്കുമുള്ള കോഡുകൾ അവയിലെല്ലാം കർത്താവിനാൽ മുന്നമേ നിക്ഷിപ്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പരിണാമ സിദ്ധാന്തം പോലുള്ള ഒന്ന് തികച്ചും അവിശ്വസനീയമാണ്. വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ മാത്രമേ സൃഷ്ടികർമ്മത്തെ വിവരിക്കാൻ കഴിയൂ എന്നും ബുച്ച് വിൽമോർ പ്രസ്താവിച്ചു. With the Hubble telescope, for instance, it can look way, way, way deep into space, and it sees billions of galaxies, trillions of galaxies, stars that can't be counted. I mean, if you counted to 1 trillion, one number per second, you know how long it would take you to count to 1 trillion? No. 37,000 years, and he made the stars also. And then if I look into the minute, look into the microscope, and see the basics of the cell and life, and the code is all there. The code that's going to say, okay, make that 4-chambered heart, make that kidney, make that bone structure, make that eye blue or hazel or whatever. It's all within that code that the Lord has implanted within that. I mean, it's unbelievable, the thought, and how people could believe evolution. I'm sorry, but that's faith right there. To believe that all of this just came by happenstance. That you embrace that, he imputes his righteousness into you, takes your sins away, and that's the only way your sins can be separated, because God, because of his character, must punish sin. He must. His character demands it, and he will. And sin cannot be atoned for except through the blood of Christ, except through the death, burial, and resurrection of our Lord and Savior Jesus Christ. That is the gospel. ബഹിരാകാശ യാത്രയും അപ്രതീക്ഷിതമായി അവിടെ ദീർഘനാൾ ചെലവഴിക്കേണ്ടി വന്ന അനുഭവത്തെയും കുറിച്ച് മടങ്ങുന്നതിന് മുൻപ് ബുച്ച് വിൽമോർ പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു. എല്ലാം എന്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണെന്നും അവിടുത്തെ പദ്ധതി പ്രകാരം എന്ത് സംഭവിച്ചാലും ഞാൻ സംതൃപ്തനാണ് എന്നുമായിരുന്നു ഭൂമിയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ബുച്ച് വിൽമോർ നടത്തിയ സുവിശേഷ പ്രഘോഷണം. മലയെ മാറ്റാൻ തക്ക വിശ്വാസത്തിന്റെ വലിയ ഉദാഹരണമാണ് അമേരിക്കയിലെ മാൻഹട്ടനിൽ നടന്ന അബോർഷൻ ക്ലിനിക്കിന്റെ അടച്ചുപൂട്ടൽ. പ്ലാൻഡ് പാരന്റ്ഹുഡ് ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ പതനം ജീവന്റെ വിജയവും ഒരുപറ്റം പ്രോലൈഫ് പ്രവർത്തകരുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യുത്തരവുമാണ്.
അമേരിക്കയിലെ മാൻഹട്ടനിൽ 26 ബ്ലീക്കർ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാന്റ് പാരന്റ്ഹുഡ് ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ അബോർഷൻ ക്ലിനിക് അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചു. ഏകദേശം 3 പതിറ്റാണ്ടുകളായി ഗർഭചിത്രങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നതോടെ മാൻഹട്ടനിലെ പ്ലാന്റ് പാരന്റ്ഹുഡിന്റെ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി അവസാനിച്ചു. അമേരിക്കയിൽ ഉടനീളമുള്ള പ്രോലൈഫ് വക്താക്കളുടെ ദീർഘകാലങ്ങളായുള്ള പ്രാർത്ഥനയുടെ ഉത്തരമായി ഈ പ്രഖ്യാപനത്തെ അത്ഭുതത്തോടെയും ഹൃദയം നിറഞ്ഞ നന്ദിയോടെയുമാണ് അവർ സ്വീകരിച്ചത്. രാജ്യത്തെ ഏറ്റവും അപകടകരമായ അബോർഷൻ ക്ലിനിക്കുകളിൽ ഒന്നായിരുന്നു പ്ലാന്റ് പാരന്റ്ഹുഡ് എന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് അവസാന ഘട്ടങ്ങളിൽ പോലും ഗർഭചിത്രങ്ങൾ നടത്തുകയും നിരവധി സ്ത്രീകളെ അപകടനിലയിൽ എത്തിക്കുകയും ചെയ്യുന്ന ക്ലിനിക്കായിരുന്നു ഇതെന്നും അമേരിക്കയിലെ പ്രമുഖ പ്രോലൈഫ് സംഘടനയായ ലൈവ് ആക്ഷൻ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസ്താവിച്ചു. വിറ്റ്നസ് ഫോർ ലൈഫ്, 14 ഡേയ്സ് ഫോർ ലൈഫ് തുടങ്ങിയ നിരവധി പ്രോലൈഫ് സംഘടനകൾ വർഷങ്ങളായി ഈ ക്ലിനിക്കിന് പുറത്ത് ഒത്തുകൂടി ഗർഭസ്ഥ ശിശുക്കളുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥനകളും ജാഗരണങ്ങളും സമാധാനപരമായ പ്രകടനങ്ങളും നടത്തിയിരുന്നു. അഗാധമായ ദുഃഖത്തെ മറികടക്കാൻ സ്വീകരിച്ച അചഞ്ചലമായ പ്രത്യാശയുടെ വലിയ വിജയമാണ് പ്ലാന്റ് പാരന്റ്ഹുഡ് ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ ഈ പതനം. ആയിരക്കണക്കിന് നിരപരാധികളായ ജീവനുകൾ നശിപ്പിക്കപ്പെട്ട പ്ലാന്റ് പാരന്റ്ഹുഡിന്റെ സോഹോ കെട്ടിടത്തിന് മുമ്പിലെ നടപ്പാതയിൽ ഉയർന്ന എണ്ണമറ്റ പ്രാർത്ഥനകൾക്ക് സ്വർഗം നൽകിയ പ്രത്യുത്തരമാണിത്. 1 ദശാബ്ദത്തിലേറെയായി ക്ലിനിക്കിന്റെ നിരോധനത്തിനായി പ്രാർത്ഥനാ ജാഗരണങ്ങൾ നടത്തിയിരുന്ന ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോട്ടോ ജേർണലിസ്റ്റ് ജെഫ്രി ബ്രൂണോ നടപടിയിൽ അത്ഭുതാവഹമായ സന്തോഷം പ്രകടിപ്പിച്ചു. വർഷങ്ങളും മാസങ്ങളും കണക്കിലെടുക്കാതെ തണുത്തുറഞ്ഞ ശൈത്യവും ചുട്ടുപൊള്ളുന്ന വേനലും വകവെക്കാതെ വിശ്വാസികൾ ഒത്തുകൂടി ഇവിടെ പ്രാർത്ഥനകൾ ഉയർത്തിയിരുന്നു. പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ശക്തി തെളിയിക്കുന്ന ആശ്വാസകരമായ സാക്ഷ്യമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ തന്നെയുള്ള പ്ലാന്റ് പാരന്റ്ഹുഡിന്റെ അടച്ചുപൂട്ടലെന്നും ജെഫ്രി ബ്രൂണോ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. വർഷങ്ങളായി ജപമാലകൾ കരങ്ങളിലേന്തി ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയും ഗർഭചിത്രത്തിൽ പങ്കാളികളാകുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും പ്രാർത്ഥനകൾ ഉയർത്തിയ പ്രോലൈഫ് പ്രവർത്തകർ നേരിടേണ്ടി വന്ന സഹനങ്ങൾ ചെറുതല്ല. എന്നിരുന്നാലും ജീവിതത്തിന്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞ അവർ പൂർവാധികം ശക്തരായി എല്ലാ മുള്ളുകളെയും അതിജീവിച്ചു വീണ്ടും പ്രവർത്തന നിരതരായി. ഒടുവിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഫലം കണ്ടിരിക്കുകയാണ്. മലയെ മാറ്റാൻ തക്ക വിശ്വാസത്തിന്റെ വലിയ ഉദാഹരണമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാളിൽ ഇടിഞ്ഞു വീണ മാൻഹട്ടനിലെ പ്ലാന്റ് പാരന്റ്ഹുഡ് ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് എന്ന വലിയ പർവ്വതം. കാൻസസിലെ സേറ്റാനിക് സംഘത്തിന്റെ കൈവശമുള്ള വിശുദ്ധ വസ്തുക്കൾ തിരികെ നൽകണമെന്ന ആവശ്യവുമായി ജില്ലാ കോടതിയെ സമീപിച്ച് കാൻസസ് അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോസഫ് നോമാൻ. സേറ്റാനിക് സംഘം മാർച്ച് 28 കാൻസസ് ക്യാപിറ്റോളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ബ്ലാക്ക് മാസിന് വേണ്ടിയാണ് വിശുദ്ധ വസ്തുക്കൾ കൈവശപ്പെടുത്തിയത്. അമേരിക്കൻ സംസ്ഥാനമായ കൻസാസ് സ്റ്റേറ്റ് ക്യാപിറ്റോളിൽ മാർച്ച് 28-ന് ബ്ലാക്ക് മാസ് സംഘടിപ്പിക്കുമെന്ന് സേറ്റാനിക് ഗ്രോട്ടോ ഗ്രൂപ്പ് പരസ്യപ്പെടുത്തിയിരുന്നു. ഒപ്പം ബ്ലാക്ക് മാസിൽ ഉപയോഗിക്കുന്നതിനായി വിശുദ്ധ വസ്തുക്കൾ തങ്ങളുടെ കൈവശം ഉണ്ടെന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സാത്താനിക സംഘം കൈവശം വെച്ചിരിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ തിരികെ നൽകണമെന്ന ആവശ്യവുമായി കൻസാസ് അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോസഫ് നോമാൻ ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൻസാസിലെ സാത്താനിക സംഘടനയായ ദ ഗ്രോട്ടോ സൊസൈറ്റിയുടെ പ്രസിഡന്റ് മൈക്കൽ ടി സ്റ്റെവാർട്ട്, വൈസ് പ്രസിഡന്റ് ട്രാവിസ് എൽ റോബർട്ട്സ് എന്നിവർക്കെതിരെ 44 പേജ് അടങ്ങുന്നതാണ് ആർച്ച് ബിഷപ്പിന്റെ പരാതി. പ്രസ്തുത സംഘത്തിലെ അംഗങ്ങൾ വിശുദ്ധ വസ്തുക്കൾ ബ്ലാക്ക് മാസിനായി മോഷ്ടിക്കുകയായിരുന്നു എന്ന ഗുരുതര ആരോപണമാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് നോമാൻ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിശുദ്ധ വസ്തുക്കൾ എത്രയും പെട്ടെന്ന് തിരികെ നൽകാൻ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യവുമായാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് നോമാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒപ്പം പ്രസ്തുത സാത്താനിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമെന്ന പ്രത്യേക ആഹ്വാനവും ആർച്ച് ബിഷപ്പ് ജോസഫ് നോമാൻ കഴിഞ്ഞ ദിവസം വിശ്വാസികൾക്കായി പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 14 വെള്ളിയാഴ്ച പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നു. കൂടാതെ മാർച്ച് 25-ന് ആർച്ച് ബിഷപ്പ് ജോസഫ് നോമാൻ ഓവർലാൻഡ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമധേയത്തിലുള്ള കത്തോലിക്ക ദേവാലയത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന മധ്യേ കാൻസാസിനെ മുഴുവനായി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുമെന്ന് അതിരൂപത ഔദ്യോഗികമായി അറിയിച്ചു. ബ്ലാക്ക് മാസ് ക്രമീകരിച്ചിരിക്കുന്ന മാർച്ച് 28-ന് രാവിലെ 11 മണി മുതൽ അസംഷൻ ദേവാലയത്തിൽ ദിവ്യകാരുണ്യ തിരുമണിക്കൂർ നടത്താനും അതിരൂപത തീരുമാനിച്ചു. പരിശുദ്ധ കുർബാനയോടെയാണ് തിരുമണിക്കൂറിന് സമാപനമാവുക. ദൈവനിന്ദാപരമായ ആചാരങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന സാത്താനിക് ഗ്രോട്ടോ ഗ്രൂപ്പിന്റെ ഉദ്യമത്തിനെതിരെ ക്രൈസ്തവരുടെ പ്രതിഷേധം ശക്തമാകുകയാണ്. പ്രസ്തുത ബ്ലാക്ക് മാസ് ഭരണകൂടം തടയണം എന്ന ആവശ്യമുന്നയിച്ചുള്ള ഓൺലൈൻ നിവേദനത്തിൽ ഇതിനോടകം 40,000 പേരാണ് ഒപ്പുവച്ചിരിക്കുന്നത്. സഭയ്ക്കെതിരെയുള്ള സാത്താനിക ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രാർത്ഥന കൊണ്ട് മാത്രമേ പ്രതിരോധിക്കാനാകൂ എന്ന് കൻസാസ് അതിരൂപതയും വിവിധ മെത്രാൻ സമിതികളും ചൂണ്ടിക്കാട്ടി. ഇക്കഴിഞ്ഞ ദശാബ്ദത്തിൽ ബ്രിട്ടനിൽ അടച്ചുപൂട്ടുകയോ വിൽക്കപ്പെടുകയോ ചെയ്തത് 3000 മുതൽ 5000 ദേവാലയങ്ങൾ വരെ എന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്ത്. ദേവാലയത്തിലെ ജനങ്ങളുടെ സാന്നിധ്യത്തിലെയും പങ്കാളിത്തത്തിലെയും ഗണ്യമായ കുറവാണ് അടച്ചുപൂട്ടലുകളുടെയും വിൽപ്പനയുടെയും പ്രധാന കാരണം.
ബ്രിട്ടന്റെ സമ്പന്നമായ ക്രൈസ്തവ പൈതൃകം ഒരിക്കൽ പ്രദർശിപ്പിച്ചിരുന്ന അതിശയകരമായ വാസ്തുവിദ്യകൾ നിറഞ്ഞ ദേവാലയങ്ങൾ ഇന്ന് ജീർണാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചകൾ ഖേദകരമാണ്. പുറത്തുവന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ദശാബ്ദത്തിൽ ബ്രിട്ടനിലെ 3000 മുതൽ 5000 ദേവാലയങ്ങൾ വരെ അടച്ചുപൂട്ടുകയോ കമ്മ്യൂണിറ്റി ഹാളുകളായോ നൈറ്റ് ക്ലബ്ബുകളായോ മുസ്ലിം മോസ്കുകളായോ മാറ്റപ്പെടുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ദേവാലയങ്ങളിലെ ജനങ്ങളുടെ സാന്നിധ്യത്തിലെയും പങ്കാളിത്തത്തിലെയും ഗണ്യമായ കുറവാണ് അടച്ചുപൂട്ടലുകളുടെയും വിൽപ്പനയുടെയും പ്രധാന കാരണം. ഈ പുണ്യപുരാതന ക്രൈസ്തവ പൈതൃകങ്ങൾ നിലനിൽക്കുന്ന ദേവാലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ വലിയ തുകയുടെ അഭാവമാണ് മറ്റൊരു കാരണം. എന്നിരുന്നാലും ക്രൈസ്തവ രാജ്യമായിരുന്ന ബ്രിട്ടനിലെ ജനങ്ങളുടെ ജീവിതത്തിൽ നെടുന്തൂണുകളായി നിലനിന്നിരുന്ന ദേവാലയങ്ങൾ ഇപ്പോൾ ജനസാന്ദ്രത കുറയുന്നത് മൂലം നശിക്കപ്പെടുന്ന കാഴ്ചകൾ പേടിപ്പെടുത്തുന്നതാണ്. കർത്താവിന്റെ ആലയമായ ക്രൈസ്തവ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ ദേവാലയങ്ങളെ അടച്ചുപൂട്ടുകയും മുസ്ലിം മോസ്കുകളായോ കമ്മ്യൂണിറ്റി ഹാളുകളായോ നീന്തൽക്കുളങ്ങളായോ നൈറ്റ് ക്ലബ്ബുകളായോ മാറ്റുന്ന അവസ്ഥകൾ അപലപനീയമാണ്. 16,000-ലധികം ദേവാലയങ്ങളാൽ സമ്പന്നമാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ഇവയിൽ 12,500 രാജ്യത്തെ ഗ്രേഡ് 1 ലിസ്റ്റഡ് ദേവാലയങ്ങളാണ്. എന്നിരുന്നാലും 2021 സമീപകാല സെൻസസ് ഡാറ്റകൾ പ്രകാരം ഇംഗ്ലണ്ടിലും വെയിൽസിലും ക്രൈസ്തവർ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ് പുറത്തുവരുന്നത്. ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യമായി വാഴ്ത്തപ്പെട്ടിരുന്ന ബ്രിട്ടനിൽ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ 15% ഗണ്യമായ കുറവുണ്ടായി. പല ദേവാലയങ്ങളും മോസ്കുകളായി മാറ്റപ്പെട്ടു. 2024 സ്റ്റാഡ്ഫോർഡ്ഷയറിലെ ഹാൻലിയിലുള്ള ഉപയോഗശൂന്യമായ ഗ്രേഡ് 2 പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന സെന്റ് ജോൺസിലെ ജോർജിയ ദേവാലയം ഒരു മോസ്കായി മാറ്റുന്നത് തടയാൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇടപെട്ടിരുന്നു. 2009 ലീച്ച്ഫീൽഡ് രൂപത ദേവാലയം വിറ്റപ്പോൾ ഏർപ്പെടുത്തിയ ഒരു നിയമപരമായ വ്യവസ്ഥ ക്രിസ്തുമതം ഒഴികെയുള്ള മറ്റു മതങ്ങൾ ആരാധനയ്ക്കായി കെട്ടിടം ഉപയോഗിക്കുന്നത് തടയുന്നു എന്നതായിരുന്നു. എന്നിരുന്നാലും പല ദേവാലയങ്ങളും മോസ്കുകളായും നൈറ്റ് ക്ലബ്ബുകളായും മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഹെറിറ്റേജ് അറ്റ് റിസ്ക് രജിസ്റ്റർ ഓഫ് ഹിസ്റ്റോറിക് ഇംഗ്ലണ്ട് പ്രകാരം ലൗത്തിനും ഹോൺകാൻസലിനുമൊപ്പം സൗത്ത് പ്രോപ്ഷെയറിലാണ് കൂടുതൽ ദേവാലയങ്ങൾ അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഓരോ പ്രദേശത്തും 19-ലധികം ദേവാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു. അടച്ചുപൂട്ടുകയും മറ്റു പലതുമായി മാറ്റപ്പെടുകയും ചെയ്ത ദേവാലയങ്ങളുടെ പട്ടിക ചെറുതല്ല. ഇവ നൽകുന്ന വലിയ മുന്നറിയിപ്പുകളുണ്ട്. വിശ്വാസം നഷ്ടമായ ഒരു തലമുറയുടെ വലിയ അധപതനത്തിന്റെ കാഴ്ചകൾ. ദേവാലയത്തിലെ വിശ്വാസികളുടെ അസാന്നിധ്യവും നവീകരണ പ്രവർത്തനങ്ങളുടെ വൻതുകയും മൂലം ഉപയോഗശൂന്യമായോ വിനോദ പ്രവർത്തനങ്ങൾക്കായോ മാറ്റപ്പെടേണ്ടതല്ല ക്രൈസ്തവ ചരിത്രത്തിന്റെ വേരുകളടങ്ങുന്ന അതിപുരാതന ദേവാലയങ്ങൾ. ക്രിസ്തുവിന്റെ സാന്നിധ്യവും സാക്ഷ്യവുമായി ജീവിക്കുകയെന്ന് യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. ദൈവവിളികൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുന്നവർ മുറിവേറ്റവരെയും അവഗണിക്കപ്പെട്ടവരെയും മറന്നുകളയരുതെന്നും ജീവിതം ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന് സാക്ഷ്യമാക്കി മാറ്റണമെന്നും പാപ്പ പറഞ്ഞു. ദൈവവിളിക്കായുള്ള ഈ വർഷത്തെ പ്രാർത്ഥനാ ദിനത്തിലേക്കായി നൽകിയ സന്ദേശത്തിലാണ് പാപ്പായുടെ ഉദ്ബോധനം. പ്രത്യാശയുടെ തീർത്ഥാടകരായി തങ്ങളുടെ ജീവിതം ഔദാര്യപൂർവ്വം നൽകാൻ തയ്യാറാകാൻ യുവജനങ്ങൾക്ക് പാപ്പയുടെ പ്രത്യേക ക്ഷണം. ജൂബിലി വർഷത്തിൽ 2025 മെയ് 11 ആചരിക്കപ്പെടുന്ന 62ാമത് ദൈവവിളിക്കായുള്ള പ്രാർത്ഥനാ ദിനത്തിലേക്കായി ഒപ്പിട്ട് റോമിലെ പോളിക്ലിനിക് ജെമില്ലി ആശുപത്രിയിൽ നിന്ന് വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ പ്രസിദ്ധീകരിച്ച തന്റെ സന്ദേശത്തിലാണ് പാപ്പ ഇങ്ങനെ എഴുതിയത്. നന്മയുള്ള ജീവിതം നയിക്കുവാനുള്ള തീരുമാനങ്ങളെയും പദ്ധതികളെയും തകർക്കുന്നതാണ് പാവപ്പെട്ടവരും ദുർബലരുമായ മനുഷ്യർക്ക് നേരെയുള്ള അനീതികളും സ്വാർത്ഥ താൽപര്യാർത്ഥമുള്ള നിസ്സംഗതയും ലോകത്തെ സംഘർഷങ്ങളും യുദ്ധങ്ങളും എന്നും. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ലോകം കടന്നു പോകുമ്പോഴും കർത്താവ് നമ്മെ പ്രത്യേകിച്ച് സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന മനുഷ്യരെ കൈവിടുന്നില്ലെന്നും നാം എല്ലാവരും അവനാൽ സ്നേഹിക്കപ്പെടുന്നുവെന്ന ബോധ്യം നമ്മിൽ ഉളവാക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പാപ്പ എഴുതി. വിവിധ ദൈവവിളികളിലേക്ക്, പ്രത്യേകിച്ച് സമർപ്പിത വിളിയിലേക്ക് ചുവടുവയ്ക്കുന്നവർ സഹനങ്ങളിലും ദുരിതങ്ങളിലുമായിരിക്കുന്ന മുറിവേറ്റവരെയും അവഗണിക്കപ്പെട്ടവരെയും മറന്നുപോകരുതെന്നും തന്റെ സന്ദേശത്തിലൂടെ ഉത്ബോധിപ്പിച്ച പരിശുദ്ധ പിതാവ് സഭയിലെ ഓരോ ദൈവവിളികളും അത് അൽമായ ജീവിതത്തിലേക്കോ പൗരോഹിത്യ ജീവിതത്തിലേക്കോ സമർപ്പിത ജീവിതത്തിലേക്കോ ആകട്ടെ ലോകത്തിനുള്ള പ്രത്യാശയുടെ അടയാളങ്ങളാവണമെന്നും ഓർമ്മിപ്പിച്ചു. പരിശുദ്ധാത്മാവിനൊപ്പം പ്രവർത്തിച്ച് ദൈവവിളികൾ തിരിച്ചറിയുന്നതിനും അവ സ്വീകരിക്കുന്നതിനും അവ ജീവിക്കുന്നതിനും ആളുകളെ സഹായിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നത് അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു കടമയാണെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ എഴുതി. ജീവിക്കുന്ന യേശുവിനൊപ്പമുള്ള ജീവിതത്തിലൂടെ ലഭിക്കുന്ന പൂർണ്ണമായ സന്തോഷത്തിലേക്ക് നടന്ന വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ജീവിതങ്ങളെക്കുറിച്ച് അറിയുന്നതും പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സ്വയം ഉയർത്തിക്കാട്ടുക എന്നതിനേക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള ആഗ്രഹം നമ്മിൽ ഉണർത്തുന്ന ഒന്നാണ് ദൈവവിളിയെന്ന് പാപ്പ ഉത്ബോധിപ്പിച്ചു.
ലോകത്തിലെ സമ്മർദ്ദപൂരിതമായ ജീവിതത്തിനിടയിലും നമ്മെ വിളിക്കുന്ന ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാനായി പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്താൻ പാപ്പ യുവജനങ്ങളെ ക്ഷണിച്ചു. ദൈവവിളിക്കായി പ്രാർത്ഥിക്കാൻ എല്ലാ ക്രൈസ്തവരെയും തന്റെ സന്ദേശത്തിലൂടെ പാപ്പ ആഹ്വാനം ചെയ്തു. സുവിശേഷ പാതയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി തുടരാനും ഏവരെയും ക്ഷണിച്ച പാപ്പ ലോകത്തിൽ ഉപ്പും പ്രകാശവും പുളിമാകുമാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് താൽക്കാലികമായി താമസമൊരുക്കുവാൻ തയ്യാറാണെന്ന് ഈജിപ്ത്. ഗാസ മുനമ്പിൽ നിന്നും ഒഴിപ്പിക്കുന്ന 1,00,000 ഗാസക്കാർക്ക് ആതിഥേയത്വം വഹിക്കാമെന്നാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി പറഞ്ഞിരിക്കുന്നത്. ലെബനീസ് പത്രമായ അൽ അക്ബറിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഒഴിപ്പിക്കുന്ന ഗാസയിലെ പലസ്തീനിയൻ ജനതയ്ക്ക് താമസമൊരുക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ഗാസയിലെ ജനങ്ങളെ ഏറ്റെടുക്കാൻ ഈജിപ്റ്റ് നിർബന്ധിതമായിരിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈജിപ്റ്റിലെ സീനായ് പെൻസുലയുടെ വടക്കുഭാഗത്ത് ഗാസയിൽ നിന്നും എത്തുന്നവർക്ക് ഈജിപ്റ്റ് വാസമൊരുക്കും. ഈജിപ്റ്റ് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി പലസ്തീനികളെ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചതായി ലബനീസ് പത്രം അൽ അക്ബർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന ഒരു കോൺഫറൻസിലാണ് ഈ അഭിപ്രായം ഉയർന്നു വന്നത്. ഈജിപ്തിന്റെ നിലപാട് മാറ്റത്തെ തുടർന്ന് ജോർദാനും ഗാസ നിവാസികളെ ഏറ്റെടുക്കാൻ നിർബന്ധിതരായേക്കും. ഫെബ്രുവരി 1 വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ മാറ്റിസ്ഥാപിക്കൽ പദ്ധതി പ്രഖ്യാപിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഗാസയിലെ പലസ്തീൻ പൗരന്മാരെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റിപ്പാർപ്പിക്കാനും ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കാനും നിർദ്ദേശിക്കുന്ന പദ്ധതിയായിരുന്നു അത്. എന്നാൽ അതിനെ എതിർക്കുകയും $53 ബില്യൺ പുനർനിർമ്മാണ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ഈജിപ്റ്റ് രംഗത്ത് വന്നു. അടിയന്തര അറബ് ഉച്ചകോടിയിലായിരുന്നു ഈജിപ്റ്റ് നിർദ്ദേശം മുൻപോട്ട് വെച്ചത്. ഗാസയിൽ നിന്നും ജനങ്ങളെ ഒഴിവാക്കാതെയുള്ള പദ്ധതിയായിരുന്നു അത്. എങ്കിലും ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അനുസരിച്ച് ഈജിപ്തിന്റെ പദ്ധതികൾ ആകെ അവതാളത്തിലാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. യാക്കോബായ സുറിയാനി സഭയുടെ കാതോലിക്ക വാഴ്ച മാർച്ച് 25 ലെബനോനിൽ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മാർ ഇഗ്നാത്തിയസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ വാഴിക്കും. യാക്കോബായ സുറിയാനി സഭയുടെ കാതോലിക്ക വാഴ്ച 25 ലെബനോനിലെ പാത്രിയാർക്ക അരമന കത്തീഡ്രലിൽ നടക്കും. മലങ്കര മെത്രാപ്പോലിത്തയും എപ്പിസ്കോപ്പൽ സൂനഗദോസ് പ്രസിഡന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ ശ്രേഷ്ഠ കാതോലിക്ക ഭാവയായി യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മാർ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ വാഴിക്കും. 30 ഉച്ചകഴിഞ്ഞ് 2:15 നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരുന്ന കാതോലിക്ക ഭാവയെ സഭയിലെ മെത്രാപ്പോലിത്തമാരും ഭാരവാഹികളും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ എത്തിച്ചേരും. മാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ കബറടങ്ങിയിരിക്കുന്ന ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കബറിടത്തിൽ പ്രാർത്ഥനകൾ നടത്തും. തുടർന്ന് പാത്രിയാർക്കീസ് ബാവയുടെ പ്രതിനിധികളായി എത്തുന്ന ബെയ്റൂട്ട് ആർച്ച് ബിഷപ്പ് മാർ ഡാനിയൽ ക്ലിമീസിന്റെയും ഹോംസിന്റെ ആർച്ച് ബിഷപ്പ് മാർ തിമോത്തിയോസ് മത്ത അൽഗൂറിയുടെയും നേതൃത്വത്തിൽ മലങ്കരയിലെ എല്ലാ സുറിയാനി സഭ മെത്രാപ്പോലിത്തമാരുടെയും കാർമ്മികത്വത്തിൽ സ്ഥാനാരോഹണ ശുശ്രൂഷ നടക്കും. വൈകുന്നേരം 4:30 ബസേലിയോസ് തോമസ് പ്രഥമൻ നഗറിൽ നടക്കുന്ന അനുമോദന സമ്മേളനം ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും രാഷ്ട്രീയ സാമുദായിക നേതാക്കളും വിവിധ മേലധ്യക്ഷന്മാരും പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ മെത്രാപ്പോലിത്തമാരായ കുര്യാക്കോസ് മാർ തെയോഫിലോസ്, മാത്യൂസ് മാർ അന്തിമോസ്, വൈദിക ട്രസ്റ്റി ഫാദർ റോയി ജോർജ്, ട്രസ്റ്റി തങ്കു ജോർജ് തുകലൻ, ജേക്കബ് സി മാത്യു, ഗ്ലിസൺ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.